ഒരു ബിസിനസ് തുടങ്ങി. അതാണെങ്കിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. കുറേ കാശും പോയി, വീട്ടുകാരെ തെറിയും കേട്ടു. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് കുറേ പൈസയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും ആ സെയിം ഫ്രണ്ടും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പിന്നെ പ്ലാൻ ഇട്ടു. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ പോയി ഷൂട്ട് ചെയ്തു, അപ്ലോഡ് ചെയ്തു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 1 മില്യൺ വീവ് ആണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ അന്ന് ഞാൻ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തു. നമ്പർ 1, നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ക്ലോസ് ആണെന്ന് വിചാരിച്ച കുറച്ച് പേര് എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് കളിയാക്കി. ഐ മീൻ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വില പണിക്കും പോടാ, എന്ത് വൃത്തികെട്ട വീഡിയോ ആടാ, അങ്ങനെ പറയാവുന്ന എല്ലാം പറഞ്ഞ് ഡൗൺ ആക്കി അന്ന് വിട്ടു. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഫ്രണ്ടിന് ഒരു ജോലി കിട്ടി. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിപ്പോയി. കാരണം ആരുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഈ റൂമിൽ, ഈ ഭിത്തിയിൽ ഞാൻ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കയറ്റി വന്നു. അങ്ങനെ ഞാനൊരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്ത് എഡിറ്റിങ്, കോണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സസ് പഠിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രമാണ്. കുറേ പേര് ചോദിക്കുമായിരിക്കും, ഈ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ പഠിച്ചിട്ട് കാര്യമുണ്ട്. ജെന്യുവിനായിട്ട് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി പഠിച്ചിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. ദിസ് പിൻ ചേഞ്ച് മൈ ലൈഫ്. ഈ ഒരു സേഫ്റ്റി പിന്നാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്.